സിംഗ് തന്നെ നേരിട്ട് ഇവിടെ എത്തിയത്. എന്തായാലും ഇപ്പോഴും ഈ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിമാരും കേരളത്തിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, മന്ത്രി പി.സി. വിഷ്ണുനാഥ് അടക്കം ഇവിടെ ഈ പ്രധാനപ്പെട്ട വസ്തുതയ്ക്ക് മുന്നിൽ ഇരിക്കുകയാണ്. അവർ അവരുടെ പ്രതിഷേധം തുടരും എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അവർ മുന്നോട്ട് ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നീറ്റ് പരീക്ഷയെ ഈ ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര രാജിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ച് ആശ്രമത്തിലേക്ക് നീക്കുകയും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല പോലീസ് ആദർശിലേക്ക് തിരികെ എത്താം. ചെറിയൊരു സാങ്കേതിക തടസ്സം നേരിടുന്നുണ്ട്. പാട്ടാ സമരം പാളിയതിന് പിന്നാലെ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ് രാഹുലും എംപിമാരും. പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുമാണ് ഇപ്പോഴത്തെ പ്രതിഷേധം. അതീവ സുരക്ഷാ മേഖലയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും കയ്യേറ്റം ചെയ്യുന്ന കോൺഗ്രസ് എംപിമാരുടെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പാട്ടാ സമരം കലാപത്തിൽ കലാശിച്ചതോടെ അഭിജിത് കെയും സംഘവും ഇന്നത്തെ പാർലമെന്റ് മാർച്ച് ഉപേക്ഷിച്ചിരുന്നു. ഇതോടെയാണ് യഥാർത്ഥ സ്പോൺസർമാർ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. ആദർശ് ടിഎസും ഐസൻ ജോസുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. എം വി ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് തെറ്റായിപ്പോയെന്ന് മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. PK ശ്യാമള നിൽക്കുന്നത് ശരിയല്ലെന്ന അഭിപ്രായം വന്നപ്പോൾ തന്നെ ഒഴിവാക്കണമായിരുന്നു. ഈ കാര്യത്തിൽ എല്ലാം പാർട്ടിക്ക് തെറ്റുപറ്റി. രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണം ഉയർന്നയാളെ മത്സരിപ്പിച്ചതും തെറ്റാണെന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. G. സുധാകരനെയും പാലോളി വിമർശിച്ചു. സ്ഥാനാർത്ഥിത്വ പ്രശ്നത്തെ സംബന്ധിച്ച് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ മാഷ ഭാര്യ നിൽക്കുന്നത് ശരിയല്ല എന്ന് പാർട്ടിയിൽ അഭിപ്രായം വന്നു. ആ ഘട്ടത്തിൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു, വേറൊരാളെ വെക്കേണ്ടതായിരുന്നു. ഇതുപോലെ തന്നെ പയ്യന്നൂരിൽ ഒരു രക്തസാക്ഷിക്ക് വേണ്ടിയിട്ട് പിരിച്ചിട്ടുള്ള ഫണ്ട് അതിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതാണ് ഇയാളുടെ പരാതി. അങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് അയാൾ തൽക്കാലം സ്ഥാനാർത്ഥിത്വത്തിന് മാറ്റി നിർത്തേണ്ടതായി. ഇത് രണ്ടും അവിടുത്തെ പാർട്ടി കമ്മിറ്റിക്ക് പറ്റിയിട്ടുള്ള പെശകാണ്, ചെയ്യാൻ പാടില്ലാത്തതായി. വ്യക്തമാണ്. പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് തന്നെയാണ് മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞത്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേർന്നു. അരുൺ, എം വി ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് തെറ്റായി പോയെന്ന് തന്നെയാണ് ഇപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ G. സുധാകരനും വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അരുൺ. മുതിർന്ന CPM നേതാവായ പാലോളി മുഹമ്മദ് കുട്ടിയാണ് ഇപ്പോൾ ഈ CPM-ന് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച പിഴവുകളെ ചൂണ്ടിക്കാട്ടിയും മറ്റും രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ എം വി ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് ശരിയായില്ല എന്നുള്ളതാണ് പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നത്. ഈ ശ്യാമളയെ മത്സരിപ്പിക്കരുത് എന്നുള്ളൊരു ആവശ്യം പാർട്ടി കമ്മിറ്റിയിൽ ഉയർന്നപ്പോൾ തന്നെ അത് ഗൗരവമായിട്ട് പരിഗണിക്കണമായിരുന്നു. പക്ഷെ അത് പരിഗണിക്കാത്തത് വലിയ തെറ്റായിപ്പോയി എന്നുള്ളതാണ്. മാത്രമല്ല, ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന ആളെ മത്സരിപ്പിച്ചതും തെറ്റായിപ്പോയി എന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നുണ്ട്. ഒപ്പം ഈ വിമതരായി മത്സരിച്ച TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പരനാറികളാണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പാർട്ടിയിൽ തിരുത്തൽ ശക്തികളാകാതെ UDF പിന്തുണയോടെ മത്സരിച്ച MLA-മാരായി എന്നുള്ളത് അത് ശരിയായ നടപടിയല്ല. അതുപോലെ തന്നെ G. സുധാകരൻ ഒരു ധിക്കാരിയാണ് എന്നുള്ളതാണ് ഇദ്ദേഹം വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. സുധാകരൻ തന്നേക്കാൾ 4 ഇരട്ടി പ്രായമുള്ള സഖാക്കളോട് പെരുമാറുന്നത് കണ്ട് താൻ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് എന്നും പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഈ CPM-നകത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും മറ്റുമൊക്കെ ഉണ്ടായതാണ്. ഇപ്പോഴും അത് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഈ പ്രതികരണത്തിലൂടെ കൂടി വ്യക്തമാവുന്നത്. വ്യക്തമാണ്. എം വി ഗോവിന്ദന്റെ ഭാര്യയെ മത്സരിപ്പിച്ചത് തെറ്റായി പോയെന്നാണ് മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. പാലക്കാട് നിന്നും അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് പോസ്റ്റർ. തിരുവനന്തപുരം പാളയം ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം വികലമാക്കി കാർട്ടൂൺ വരച്ചത്. ഡൽഹിയിലെ പാറ്റകളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ചിത്രം. അതേസമയം വിദ്യാർത്ഥികളുടേത് ക്രിയേറ്റിവിറ്റി എന്നാണ് പ്രിൻസിപ്പൽ PK മനോജിന്റെ ന്യായീകരണം. പ്രിൻസിപ്പലിനെതിരെ നടപടി വേണമെന്ന് BJP-യും യുവമോർച്ചയും ആവശ്യപ്പെട്ടു. മോദി ജനാധിപത്യത്തിന്റെ കൊലയാളി തുടങ്ങിയ ഗുരുതരമായ മുദ്രാവാക്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ പ്രധാന കവാടത്തിന് സമീപത്തെ ബോർഡുകളിൽ പ്രധാനമന്ത്രി വികലമാക്കുന്ന തരത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കോളേജിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് ചിത്രം വരച്ചത്.
വിഷയം ശ്രദ്ധയിൽപ്പെട്ടോ എന്ന ചോദ്യത്തിന് വിദ്യാർത്ഥികളുടെ ക്രിയേറ്റിവിറ്റി എന്നാണ് പ്രിൻസിപ്പൽ PK മനോജിന്റെ ന്യായീകരണം. ഇതിനു മുമ്പും വിദ്യാർത്ഥികൾ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പ്രതിഷേധിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ അധിക്ഷേപത്തിനെതിരെ യുവമോർച്ച BJP നേതാക്കളും രംഗത്തെത്തി. ജനാധിപത്യത്തെയും ഈ രാജ്യത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ച കൂട്ടരുടെ കൂട്ടത്തിലെ ചില ആളുകൾ ഇന്നും ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമെന്ന കണക്കെ കാണിക്കുന്ന ഈ ആഭാസങ്ങൾ. ഇത്തരം തെറ്റായ സമീപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടരായി കേരളത്തിലെ അക്കാദമിക് സമൂഹത്തിലെ ഒരു കൂട്ടർ മാറുന്നു എന്നുള്ളത് അപകടകരമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ, പ്രധാനമന്ത്രിക്കെതിരെ ഒരു ഇത്തരം വളരെ മോശമായ പടങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു അവകാശവും അതുപോലെ തന്നെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാകും എന്നുള്ളതും, അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നെതിരെ അത്തരം ഒരു പ്രവണത കാണിച്ചാൽ അല്ലെങ്കിൽ ഒരു അവകാശം കാണിച്ചാൽ അത് ഭയങ്കരമായ മനുഷ്യത്വ വിരുദ്ധവും അതുപോലെ തന്നെ പുരോഗമന വിരുദ്ധവുമാകും എന്നുള്ളതും ഫൈൻ ആർട്സ് കോളേജിലെ പ്രിൻസിപ്പളിന് മാത്രം മനസ്സിലാകുന്ന രാഷ്ട്രീയമാണ്. ഇത്തരം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾക്ക് എല്ലാ രീതിയിലുമുള്ള പിന്തുണ കൊടുക്കുന്ന ഒരാൾ അയാളൊരു അധ്യാപകനായി തുടരാൻ തന്നെ അർഹനാണോ എന്നുള്ള സംശയം. അദ്ദേഹം ആ പോസ്റ്റിന് യോഗ്യതയുള്ള ആളല്ല എന്നുള്ളതാണ് എന്റെ നിലപാട്. അതൊരു രാജ്യത്തിന്റെ സ്വത്താണ്. ആ രാജ്യത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റിനെയും ഒക്കെ അവഹേളിക്കുക. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് ഗുരുതര സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങൾ എഴുതിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത കോളേജ് പ്രിൻസിപ്പലിന്റെ നടപടിക്കെതിരെയും പ്രതിഷേധമുണ്ട്. ഡൽഹിയിലെ പാറ്റകളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ കോളേജ് പരിസരത്ത് പ്രതിഷേധിച്ചത്. ഈ പ്രതിഷേധത്തിലാണ് പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ വാക്കുകൾ എഴുതി ചേർത്തത്. ജനം, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചതിനെതിരെ പരാതി. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിന് മുൻപിൽ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ചിത്രം വരച്ചതിലാണ് പരാതി നൽകിയത്. കന്റോൺമെന്റ് SP-ക്ക് യുവമോർച്ച മീഡിയ കൺവീനർ S. നന്ദു പരാതി നൽകി. കോളേജ് പ്രിൻസിപ്പലിനെതിരെയും പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രദർശിപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെയും നടപടി വേണമെന്നും പരാതിയിലുണ്ട്. കലാപ ആഹ്വാന ശ്രമങ്ങൾ അടിയന്തരമായി തടയണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. തൃശൂരിൽ വധശ്രമ കേസ് പ്രതി കൈവിലങ്ങുമായി രക്ഷപ്പെട്ടു. വടക്കേക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് പുന്നിയൂർക്കളം സ്വദേശി മുഹമ്മദ് ഷിഫാൻ രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി സാനു K. സജീവ് ചേർന്നു. സാനു, വധശ്രമ കേസ് പ്രതിയാണ് വിലങ്ങുമായി രക്ഷപ്പെട്ടത്. പിന്നിൽ പോലീസിന്റെ അനാസ്ഥയെന്ന് തന്നെ വിലയിരുത്തണമല്ലേ? അമലെ, എന്തായാലും ഒരു പ്രതിനെ പിടികൂടുന്നു. ആ പ്രതിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച സമയത്താണ് 4 അംഗ പോലീസ് സംഘം ഉണ്ടായിരുന്നു. ആ 4 അംഗ പോലീസ് സംഘത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ഈ തൃശൂർ വടക്കേക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ഈ പ്രതി രക്ഷപ്പെട്ടിട്ടുള്ളത്. പുന്നിയൂർക്കുളം സ്വദേശി മുഹമ്മദ് ഷിഫാനാണ് പോലീസിന്റെ കയ്യിൽ നിന്നും സമർത്ഥമായി രക്ഷപ്പെട്ടിട്ടുള്ളത്. സാധാരണ നിലയിലൊക്കെ മെഡിക്കലൊക്കെ എടുക്കാനായിട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അതിനായിട്ടുള്ള സുരക്ഷ അല്ലെങ്കിൽ ഈ ഒപ്പമുള്ള പോലീസുകാർ ഈ പ്രതിനെ ആ രീതി സംരക്ഷിക്കാറുണ്ട്, കൈവിലങ്ങുകൾ ധരിപ്പിക്കാറുണ്ട്. ഈ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് ഇടയിൽ ഈ ഒരു കൈയിലെ വിലങ്ങ് ഊരി മാറ്റി എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ആ സമയത്താണ് ഈ പ്രതി ഓടി രക്ഷപ്പെടുന്നത്. 4 അംഗ പോലീസ് സംഘവും ഒപ്പം ഉണ്ടായിരുന്ന പോലീസുകാരുടെ ശ്രദ്ധ ഈ വൈദ്യപരിശോധനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്തിലേക്ക് നീങ്ങിയ ആ ഒരു വിടവ് നോക്കിയാണ്, ആ ഒരു പിഴവ് കൈമുതലാക്കിയാണ് ഈ പ്രതി രക്ഷപ്പെട്ടിട്ടുള്ളത്. എന്തായാലും പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. മാത്രമല്ല, പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. വധശ്രമ കേസ് പ്രതിയാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു കേസ്, അത്രയും ഗുരുതരമായിട്ടുള്ള കേസ് പെട്ട ഒരു പ്രതിയാണ് ഇത്തരത്തിൽ പോലീസിന്റെ കയ്യിൽ നിന്നും ഈ വൈദ്യപരിശോധനയ്ക്കിടയിൽ സമർത്ഥമായി രക്ഷപ്പെട്ടിട്ടുള്ളത്. അത് പോലീസ് സേനയ്ക്ക് തന്നെ ഒരുപക്ഷെ നാണക്കേടാവുന്ന ഒരു സംഭവത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ പ്രതിനെ പിടികൂടുന്നതിനുള്ള തീവ്ര അന്വേഷണം ആരംഭിച്ചെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു കയ്യിൽ വിലങ്ങ് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പിടികൂടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. CCTV അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അമൽ. വ്യക്തമാണ്. തൃശൂരിൽ വധശ്രമ കേസ് പ്രതി കൈവിലങ്ങുമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. വടക്കേക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നുമാണ് പ്രതി രക്ഷപ്പെട്ടത്. സാനു K. സജീവാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. കർണാടകയിൽ കോൺഗ്രസ് ഭരണത്തിന്റെ ആയുസ് പരീക്ഷിച്ച് മന്ത്രിസഭാ വികസിപ്പിക്കൽ നീക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. ഒഴിഞ്ഞുകിടക്കുന്ന 20 മന്ത്രിസ്ഥാനങ്ങളിലേക്ക് നേതാക്കളുടെ വൻ പട തന്നെയാണ് രംഗത്തുള്ളത്. ന്യൂനപക്ഷ മുസ്ലിം പ്രീണനത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും മുൻഗണന നൽകിയാണ് മന്ത്രിസഭാ വികസനം നടപ്പാക്കുന്ന വിമർശനവും ശക്തമായി കഴിഞ്ഞു.
കർണാടകയിൽ കാത്തിരുന്ന മന്ത്രിസഭാ വികാസം നടക്കാനിരിക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് കോൺഗ്രസിനുള്ളിൽ വൻ അണിയറ നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത നിർണായക യോഗത്തിനായി രാഹുൽ, മല്ലികാർജ്ജുന ഖാർഗെ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി DK ശിവകുമാറും സിദ്ധരാമയ്യയും തലസ്ഥാനത്തെത്തിയിട്ടുണ്ട്. നിലവിലുള്ള 20 ഒഴിവുകളിലേക്ക് 50ഓളം MLA-മാരാണ് അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും വരും തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് നിർണായക വകുപ്പുകൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് നൽകുവാനുള്ള അണിയറ നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ വൻ അമർഷത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഭരണമികവോ ജാതി മേഖലാ സമവാക്യങ്ങളോ നോക്കാതെ ചില പ്രത്യേക വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. മുസ്ലിം വോട്ട് ബാങ്ക് കൈവിടാതെ കാക്കാൻ നിർണായക വകുപ്പുകൾ നൽകണമെന്ന സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ശക്തമാക്കിയിട്ടുണ്ട്. ഇത് സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ താൽപര്യങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്നതിന് തുല്യമാണെന്നാണ് ഉയർന്നുവരുന്ന വിമർശനം. മന്ത്രിസ്ഥാനം ലഭിക്കാത്ത മുതിർന്ന നേതാക്കളും വിവിധ സാമുദായിക പ്രതിനിധികളും പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായ നിലപാടുകളിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കസേരകളിക്കായി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്ന കർണാടക കോൺഗ്രസ് നേതൃത്വം ജനകീയ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുഖം തിരിക്കുകയാണ്. ഗ്രൂപ്പ് വഴക്കുകളും പ്രീണന രാഷ്ട്രീയവും കർണാടക ഭരണത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുമെന്നുറപ്പാണ്. ജനം, ഡൽഹി. അൻസിബയുടെ പരാതിയിൽ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരെ കേസെടുക്കാനാകില്ലെന്ന് പോലീസ്. FIR ഇട്ട് കേസ് അന്വേഷിക്കാൻ കഴിയില്ല. അപകീർത്തികരമായ പരാമർശങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചതെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. അൻസിബ ഹസൻ നൽകിയ സ്വകാര്യ അന്യായത്തിന്മേൽ എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 27-ന് വിധി പറയും. വ്യക്തിയാധിക്ഷേപം നടത്തിയെന്നാരോപിച്ച് ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്നാണ് പോലീസ് രേഖാമൂലം എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മറുപടി നൽകിയത്. ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. ലക്ഷ്മിപ്രിയയുടെ അഭിമുഖം പരിശോധിച്ചു. ഇതിൽ അപകീർത്തിപ്പെടുത്തൽ മാത്രമാണ് കണ്ടെത്താനായത്. FIR ഇട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങളൊന്നും ഇല്ലെന്നാണ് പോലീസിന്റെ മറുപടി. അൻസിബ ഹസന്റെ സ്വകാര്യ അന്യായം പരിഗണിച്ച ഘട്ടത്തിലാണ് പോലീസ് കോടതിയിൽ മറുപടി നൽകിയത്. സ്വകാര്യ അന്യായം മജിസ്ട്രേറ്റ് കോടതി ഈ മാസം 27-ന് വിധി പറയാനായി മാറ്റി. സമൂഹ മാധ്യമത്തിലൂടെ വ്യാജവും അശ്ലീലം നിറഞ്ഞതുമായ വീഡിയോകൾ പ്രചരിപ്പിച്ച സ്ത്രീത്വത്തെ അപമാനിച്ചെന്നായിരുന്നു അൻസിബയുടെ പരാതി. പരാതിയിൽ പോലീസ് കേസെടുക്കാൻ വൈകിയതോടെ സ്വകാര്യ അന്യായവുമായി അൻസിബ ഹസൻ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ജനം, കൊച്ചി. ഹൈക്കോടതിക്ക് മുൻപിൽ ദമ്പതികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആംബുലൻസ് ഡ്രൈവർ വിനുവും ഭാര്യ ബിൻസിയുമാണ് വിഷം കഴിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ചത്. ജഡ്ജിക്കും പോലീസുകാർക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ഇന്ന് രാവിലെ 6:30യോടെയാണ് സംഭവം. ഹൈക്കോടതിക്ക് മുന്നിലെ റോഡിൽ ആംബുലൻസിലായിരുന്നു വിഷം കഴിച്ചുള്ള ആത്മഹത്യാ ശ്രമം. അതിനു മുന്നേ ഇരുവരും ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണങ്ങൾ ആരോപിച്ച് വീഡിയോ ചിത്രീകരിച്ചു. ആലുവ സ്വദേശിയായ ഒരു ജഡ്ജിക്കും പോലീസുകാർക്കുമെതിരെ ഗുരുതരമായുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചത്. തന്നെ വ്യാജ ലൈംഗിക പരാതിയിൽ തന്റെ മുൻ സുഹൃത്ത് കുടുക്കാൻ ശ്രമിക്കുന്നുവെന്നും സുഹൃത്തിന്റെ ബന്ധുക്കളായ ജഡ്ജിയും പോലീസുകാരും ചേർന്ന് സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുവെന്നുമാണ് ആരോപണം. ഞങ്ങൾ പ്രധാനമന്ത്രിക്ക്, രാഷ്ട്രപതിക്ക്, സുപ്രീം കോടതിക്ക്, ഹൈക്കോടതിക്ക് എല്ലാവർക്കും തെളിവുകൾ അയച്ചിട്ടുണ്ട്. ഈ പെൻഡ്രൈവിലും ഞങ്ങളുടെ ഫോട്ടോയും ഇതുമായുള്ള നിലവിലുള്ള തെളിവുകൾ. ബാക്കി ആലു ഈസ്റ്റ് പോലീസ് ഞങ്ങളുടെ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ട്. 2 ഫോൺ. അതിന്റെ രസീത് പോലും തന്നിട്ടില്ല ഇതുവരെ. ഞങ്ങളെ ടോർച്ചർ ചെയ്തു, എല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെയും. പോലീസ് എത്തി ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് ഉദ്യോഗസ്ഥർക്കും ജഡ്ജിക്കുമെതിരെയുള്ള ആത്മഹത്യാക്കുറിപ്പും ഇവരുടെ പക്കൽ നിന്നും കണ്ടെത്തി. ജനം, കൊച്ചി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെരുമഴയിലും പ്രളയത്തിലും തുടരുന്ന ദുരന്തഭീതി അതിഗുരുതരമായി തുടരുകയാണ്. അസമിലും നാഗാലാൻഡിലും കനത്ത മഴയെ തുടർന്ന് നദികളെല്ലാം അപകടരേഖയ്ക്ക് മുകളിലൂടെ കവിഞ്ഞൊഴുകുന്നു. അസമിലെ ജോർഹാട്ടിൽ ഭോഗ്ദോയ് നദി ഗതി മാറിയൊഴുകിയതോടെ 20-ലധികം ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. അപ്പർ അസമിലും അയൽ സംസ്ഥാനമായ നാഗാലാൻഡിലും പെയ്യുന്ന കനത്ത മഴ വടക്ക് കിഴക്കൻ മേഖലയെ പ്രളയക്കെടുതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അസമിലെ ജോർഹാട്ടിൽ സ്ഥിതിഗതികൾ കൈവിട്ട അവസ്ഥയിലാണ്. ഭോഗ്ദോയ് നദി കരകവിഞ്ഞതോടെ ഷൽമാര, മാലോ, പഥാർ മേഖലകളിലെ പ്രധാന റോഡുകളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. 20-ലധികം ഗ്രാമങ്ങളെയാണ് ഭോഗ്ദോയ് നദിയിലെ പ്രളയജലം ഒറ്റപ്പെടുത്തിയത്. വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറിയതോടെ നിത്യവൃത്തി പോലും തടസ്സപ്പെട്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. पानी बहुत भरा है, 20-25 का गांव डूब गया हमारा और बहुत दिक्कत हो रहा है. हमारा पानी खाने का पानी नहीं है, तो पानी अभी बढ़ रहा है पूरा. ജോർഹാട്ടിന് പുറമെ ഗുവാഹത്തിയിൽ ബ്രഹ്മപുത്ര നദിയിലെ ജലനിരപ്പ് ഭയാനകരമായ രീതിയിലാണ് ഉയരുന്നത്. അസമിലെ 16 ജില്ലകളിലായി 3.63 ലക്ഷത്തിലധികം ആളുകളെയാണ്
പ്രളയം നേരിട്ട് ബാധിച്ചിരിക്കുന്നത്. അയൽ സംസ്ഥാനമായ നാഗാലാൻഡിലും കനത്ത മഴയെ തുടർന്ന് വ്യാപകമായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാന പാതകളെല്ലാം തകർന്നതോടെ നാഗാലാൻഡിലെ പല മലയോര ഗ്രാമങ്ങളും പുറം ലോകവുമായി ബന്ധമില്ലാത്ത അവസ്ഥയിലാണ്. ദുരന്തബാധിത മേഖലകളിൽ NDRF, SDRF, സൈന്യം എന്നിവർ ചേർന്ന് അതിസാഹസികമായാണ് ബോട്ട് സർവീസുകൾ വഴി ആളുകളെ ഒഴിപ്പിക്കുന്നത്. അടുത്ത 48 മണിക്കൂർ കൂടി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പ്രകൃതിക്ഷോഭത്തിൽ ആടിയുലയുന്ന അസമിനും നാഗാലാൻഡിനും അടിയന്തര കേന്ദ്ര സഹായം ഉറപ്പാക്കുവാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ജനം, ഡൽഹി. വടക്കുകിഴക്കൻ സംസ്ഥാനമായ സിക്കിമിൽ നിർമ്മാണത്തിലിടുന്ന ടണൽ തകർന്നു വീണ് വൻ അപകടം. സിക്കിമിലെ നാംചി ജില്ലയിലാണ് കനത്ത മണ്ണിടിച്ചിലിനെ തുടർന്ന് തുരങ്കം തകർന്ന് അപകടമുണ്ടായത്. 10 പേരുടെ മരണം സ്ഥിരീകരിച്ചു. സിക്കിമിലെ നാംചി ജില്ലയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടന്നിരുന്ന തുരങ്കത്തിലാണ് അപ്രതീക്ഷിതമായി കൂറ്റൻ പാറക്കെട്ടുകളും മണ്ണും ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത്. തുരങ്കത്തിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയത്. നിരവധി തൊഴിലാളികൾ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി സിക്കിം സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കനത്ത മഴയെ തുടർന്ന് പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. തുരങ്കത്തിൻ്റെ ഉള്ളിലേക്ക് കുഴലുകൾ വഴി ഓക്സിജൻ എത്തിച്ചാണ് രക്ഷാപ്രവർത്തനം. മണ്ണുമാന്തി യന്ത്രങ്ങളും ഭാരമേറിയ ഉപകരണങ്ങളും ഉപയോഗിച്ച് തടസ്സങ്ങൾ നീക്കം ചെയ്തു വരികയാണ്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാഹചര്യം നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. ദുരന്ത വിവരമറിഞ്ഞ ബന്ധുക്കളും പ്രദേശവാസികളും സംഭവസ്ഥലത്തേക്ക് തടിച്ചുകൂടുകയാണ്. മുൻപ് ഉത്തരകാശിയിൽ നടന്നതിന് സമാനമായ സങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിനാണ് നാംചി സാക്ഷ്യം വഹിക്കുന്നത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് സിക്കിം സർക്കാർ ഉത്തരവിട്ടു. സമയം വൈകുന്തോറും ആശങ്കയേറുന്ന നാംചിയിൽ നിന്ന് ദുരന്ത നിവാരണ സേനയുടെയും സിക്കിം സർക്കാരിൻ്റെയും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾക്കായി രാജ്യം കാത്തിരിക്കുകയാണ്. അതേസമയം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രിയുടെ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് പ്രഖ്യാപിച്ചു. ജനം, ഡൽഹി. ATM കാർഡ് ഇല്ലാതെ യോനോ ആപ്പ് വഴി സുരക്ഷിതമായി പണം പിൻവലിക്കാൻ സാധിക്കുമെന്ന് SBI ചീഫ് ജനറൽ മാനേജർ KV ബംഗാര രാജു. ഇന്ന് ലഭ്യമായ വിവിധ ഡിജിറ്റൽ ഇടപാട് സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Digital currency is accounted, you cannot hide it, right? State Bank of India has also come out with an app. Basically, app-based central bank digital currencies have been launched, and they are programmable, and you can use it as a wallet. And I request all of you who are having State Bank even account, you can straight away download this app, eRupee, and you can download, and it will also indicate the denominations of your wallet, the money that is available there. You can make very easy, seamless payments. In fact, today you have got multiple channels for payment systems. When you go to a provision store or a grocery store, you use Google Pay, all these kind of things. But unique thing in CBDC, central bank digital currency, is that you can look at the currency denomination of rupee as it is, replicas are there in your wallet. YONO registration, I have got almost 55 lakh customers, YONO registration customers. YONO is one application. YONO refers to YONO. You only need one to get all the banking services. Actually, your bank is there on your mobile today, right?